പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഒക്ടോബർ മാസം 28 ചൊവ്വാഴ്ച. കൊലോസ്യ ലേഖനം 2 അധ്യായം 10 വാക്യം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നമ്മിൽ പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാകും, എനിക്കെന്താണ് കുറവുള്ളത്? നമ്മുടെ ജീവിതത്തിൽ നാം എത്രയോ കാര്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിനുള്ളിൽ ഒരു ശൂന്യത ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. അതിനുള്ളതായ ഉത്തരമാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനം 2 അധ്യായം 10 വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ അവനിൽ പൂർണ്ണരായിരിക്കുന്നു. അതായത് നമ്മുടെ പൂർണ്ണത നമ്മുടെ സമ്പത്തിലല്ല, വിദ്യാഭ്യാസത്തിലല്ല, സമൂഹത്തിലെ സ്ഥാനത്തിലല്ല, ക്രിസ്തുവിൽ ആകുന്നതിലാണ്. വചനം നമ്മുടെ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നു. ഒന്ന്, ലോകം അപൂർണത കാണുമ്പോൾ ക്രിസ്തു പൂർണ്ണത കാണുന്നു. ലോകം നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ പുറം കാഴ്ചയിലും പ്രകടനത്തിലുമാണെങ്കിലും യേശു നമ്മെ വിലയിരുത്തുന്നത് അവൻ നമുക്ക് നൽകിയ ആന്തരിക മൂല്യത്താലാണ്. ലോകം നമ്മോട് പറയുന്നു, കൂടുതൽ നേടുക, കൂടുതൽ തെളിയിക്കുക, അതാണ് പൂർണ്ണത. പക്ഷെ യേശു നമ്മോട് പറയുന്നു, നീ എന്നിൽ ആകുമ്പോൾ നീ പൂർണ്ണനാണ്. ഒരു ഉദാഹരണം സൂചിപ്പിക്കട്ടെ. ഓസ്കാർ വിൽഡിന്റെ പ്രശസ്തമായ ഒരു ചെറുകഥയാണ് ദ ഹാപ്പി പ്രിൻസ്. ഈ ചെറുകഥയിൽ ഒരു നഗരമധ്യത്തിൽ ഹാപ്പി പ്രിൻസ് എന്ന പേരിൽ ഒരു സ്വർണ്ണ മുനയാൽ അലങ്കരിച്ച പ്രതിമ നിൽക്കുന്നു. ജീവിതത്തിൽ രാജകുമാരനായിരുന്നിരിക്കുമ്പോൾ അവൻ എല്ലായ്പ്പോഴും സന്തോഷവാനായിരുന്നു. ദുഃഖവും ദാരിദ്ര്യവും കണ്ടിട്ടില്ല. മരണം കഴിഞ്ഞ് ആ രാജകുമാരന്റെ പ്രതിമ നഗരമധ്യത്തിൽ സ്ഥാപിക്കുന്നു. പ്രതിമയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആദ്യമായി മനുഷ്യരുടെ വേദനയും കണ്ണുനീരും പ്രതിമ കാണുന്നു എന്ന് കഥാകാരൻ എഴുതിയിരിക്കുന്നു. അവിടെ ദരിദ്രരുണ്ട്, വിശന്ന കുട്ടികളുണ്ട്, കരയുന്ന അമ്മമാരുണ്ട്. ഇത് കണ്ടതായ പ്രതിമ ഏറെ ദുഃഖിതനാകുന്നു. പക്ഷെ തനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് തോന്നുന്നു. അപ്പോഴാണ് ഒരു ചെറു കുരുവി അവൻ്റെ പക്കൽ എത്തുന്നത്. പ്രിൻസ് കുരുവിയോട് അപേക്ഷിക്കുന്നു, എൻ്റെ കണ്ണിലെ വിലപ്പെട്ട കല്ലുകൾ, എൻ്റെ നെഞ്ചിലെ രത്നം, അവ ദരിദ്രർക്കായി കൊടുക്കൂ. കുരുവി അപ്രകാരം ചെയ്തു. ഈ വിലയേറിയ കല്ലുകളും രത്നങ്ങളും നഷ്ടപ്പെട്ടതായ പ്രതിമയുടെ തിളക്കം നഷ്ടപ്പെടുകയാണ്. പക്ഷേ അവൻ്റെ ഉള്ളിലെ കരുണയും സ്നേഹവും അവനെ യഥാർത്ഥത്തിൽ ഹാപ്പിയാക്കി. അവസാനം തണുപ്പിൽ ആ കുരുവിയും മരിക്കുന്നു. പ്രതിമയും വിലയില്ല, പഴകി, അതുകൊണ്ട് അത് പൊളിക്കുകയാണ്. പക്ഷെ ദൈവം തൻ്റെ ദൂതന്മാരോട് പറയുന്നു, നഗരത്തിലെ ഏറ്റവും വിലപ്പെട്ട 2 വസ്തുക്കൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അവർ കൊണ്ടുവന്നു. ഒന്ന്, മരിച്ച കുരുവിയുടെ ഹൃദയം. 2, ഹാപ്പി പ്രിൻസിന്റെ പൊട്ടിയ ഹൃദയം. ദൈവം അവ രണ്ടും സ്വർഗത്തിൽ സ്ഥാപിച്ചു എന്ന കഥയിൽ പറയുന്നു. ബാഹ്യമായി ഭംഗി നഷ്ടപ്പെട്ടുവെങ്കിലും അതിൻ്റെ പൊൻതിളക്കം മാഞ്ഞുവെങ്കിലും ദൈവം പറയുന്നു, ഇതാണ് ഏറ്റവും വിലപ്പെട്ടത്. യഥാർത്ഥ പൂർണ്ണത എന്നത് പുറത്തുള്ള ഭംഗിയിലല്ല, ഉള്ളിലെ കൃപയിലും സ്നേഹത്തിലും നന്മയിലുമാണ്. യേശുവിൽ നമുക്ക് ലഭിക്കുന്നത് അത് തന്നെയാണ്. അവൻ നമുക്ക് ഉള്ളിലെ പൂർണ്ണത വെളിപ്പെടുത്തുകയാണ്. രണ്ടാമതായി വേദഭാഗം പറയുന്നു, ക്രിസ്തുവിൽ പൂർണ്ണത അനുഭവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. ക്രിസ്തുവിൽ പൂർണ്ണത അനുഭവിക്കുന്നത്
കൃപയുടെ കണ്ണിലൂടെ ജീവിതത്തെ കാണുന്നതിലൂടെയാണ്. അത് അർത്ഥമാക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രിയപ്പെട്ടവനാണ് എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. അതായത് കുരിശിൽ പ്രശംസിക്കുമ്പോൾ നമുക്ക് പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. യേശുവിൻ്റെ കൃപ നമ്മുടെ അഭാവങ്ങളെ പൂരിപ്പിക്കും. നാം പൂർണ്ണരാകുന്നത് നമ്മുടെ കഴിവുകളാലല്ല, ക്രിസ്തു നമ്മെ പൂരിപ്പിക്കുവാനാണ്. ക്രിസ്തു നമ്മെ പൂരിപ്പിക്കുവാനായി ക്രിസ്തുവിൽ ഒന്നിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുക. ക്രിസ്തുവിൽ പൂർണ്ണമായി ജീവിതം നയിക്കുവാൻ 3 കാര്യങ്ങളെ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്കുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുക, പാപബോധത്തിൽ നിന്ന് മോചിതനാകുക, യേശുവിനോടൊപ്പം ദിനം പ്രതി നടക്കുക. നമുക്കറിയാം, ഒരു തകർന്ന കണ്ണാടി പ്രതിഫലനം കൊടുക്കുകയില്ല. പക്ഷേ അതിനെ പുനഃസ്ഥാപിക്കുമ്പോൾ അതിൽ പ്രകാശം വീണ്ടും പ്രതിഫലിക്കും. നമ്മെ സ്പർശിക്കുന്ന യേശു നമ്മുടെ തകർച്ചയെ പുനഃസ്ഥാപിക്കുന്നു. യേശുവിൽ നമുക്ക് മൂല്യമുണ്ട്, അവനിൽ നമുക്ക് പൂർണ്ണതയുണ്ട്. അതുകൊണ്ട് നമ്മെ പൂർണ്ണമാക്കുന്നത് ലോകമല്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപൂർണതകളെ നിന്റെ കൃപ കൊണ്ട് പൂരിപ്പിക്കുന്നവനായ ദൈവമേ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിനക്കുള്ള പൂർണ്ണതയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.